ഹരി ഓം. ഏകാദശ സ്കന്ധത്തിലെ ഒരു ശ്ലോകത്തോടെ ആരംഭിക്കാം. യാനാസ്തായ നരൂരാജൻ ന പ്രമാദ്യേത കർഹ്യചേത് ധാവൻ നിമീല്യവാ നേത്രേ ന സ്ഖലേത് ന പതേദിഹ. ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് കണ്ണടച്ചുകൊണ്ട് സഞ്ചരിച്ചാലും ദോഷം നേരിടുകയില്ല എന്നർത്ഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 91. ഭക്തിമഹത്വം. വൃത്തം ശ്രദ്ധര. ശ്ലോകം 1. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയദമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ മർത്തസ്യാർത്ഥസ്യ മന്യേ വ്യവസരതി ഭയം യേന സർവാത്മനൈവ യത്താവത് ത്വത്പ്രണീതാൻ ഇഹ ഭജന വിധീനാസ്തിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷക ഖലദിന കുഹചേത് ദേവദേവാഖിലാത്മൻ. ശ്രീകൃഷ്ണ, ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ, ത്വത്പദോപാസനം, അങ്ങയുടെ തൃച്ചേവടികളെ ഉപാസിക്കുന്നതിൽ അഭയതമം, അഭയം തേടുന്നതാണ് ഉത്കൃഷ്ടം. ബദ്ധ മിഥ്യാർത്ഥദൃഷ്ടേർ, മിഥ്യയായവയിൽ ബദ്ധമായ ദൃഷ്ടിയുള്ളവരും ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് തോന്നി അവയിൽ ബദ്ധരായിട്ടും അയഥാർത്ഥമായ ആ വസ്തുക്കളുടെ അർത്ഥത്തിൽ ദൃഷ്ടി വ്യാപരിപ്പിച്ചും മർത്തസ്യ ആർത്തസ്യ, ആർത്തനായ മനുഷ്യന്, ദുഃഖിതനായ മനുഷ്യന്, മന്യേ വിചാരിക്കുന്നു, വ്യവസരതി ഭയം, ഭയം വിട്ടുമാറുന്നു, സാംസ്കാരിക ദുഃഖങ്ങളെക്കുറിച്ചുള്ള പേടി അകന്നു മാറുന്നു. ഏന, ഏതൊന്നിനാൽ, സർവാത്മന ഏവ, സർവാത്മമായ ഭക്തി കൊണ്ട് മാത്രമേ, യത്താവത്, അത് എന്തൊന്നാകട്ടെ, ത്വത്പ്രണീതാൻ, അങ്ങയാൽ പ്രണീതമായ, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടതായ, ഇഹ ഇവിടെ, ഭജനവിധീൻ, ആരാധനാവിധികളിൽ, അസ്ഥിതോ മോഹമാർഗേ, മോഹത്തിന്റെ മാർഗങ്ങളെ ആശ്രയിക്കുന്നവർ, ധാവൻ അഭി, ഓടുന്നവനായാലും, ആവൃത അക്ഷഹ, കണ്ണുകളെ ആവൃതമാക്കി കണ്ണടച്ചു കെട്ടിയിട്ട്, സ്ഖലധി ന കുഹജേത്, ഒരിടത്തും പതറുന്നില്ല, അടിതെറ്റി പതിക്കുന്നില്ല. ദേവദേവ അഖിലാത്മൻ, അഖിലാത്മസ്വരൂപനായ, ദേവദേവന്മാരിലും അന്തര്യാത്മയായ, ദേവന്മാർക്കും ദേവനായ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകാർത്ഥം. സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ, സർവദേവന്മാരെയും അനുഗ്രഹിക്കുന്ന ദേവാദിദേവനായ ശ്രീകൃഷ്ണ, ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് അതിൽ ഭ്രമിച്ച് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന് അങ്ങയുടെ പാദഭജനമാണ് ഭയം അകറ്റാനുള്ള ഉപായങ്ങളിൽ ഉത്കൃഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് ഉപദേശിച്ച ആരാധനാവിധികളെ ആശ്രയിക്കുന്ന ഭക്തൻ കണ്ണ് മൂടിക്കെട്ടി അറിവില്ലാത്ത വഴിയിൽ ഓടിയാലും ഒരിടത്തും തട്ടിത്തടഞ്ഞ് വീഴുന്നില്ല. ഭക്തിയുടെ മാഹാത്മ്യമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഭഗവാന്റെ തൃച്ചേവടികളെ ഉപാസനം ചെയ്യുക. മിഥ്യയായ ഈ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ ഭ്രമിച്ച് എന്റെ പതി, എന്റെ പത്നി, എന്റെ പുത്രൻ എന്നൊക്കെ ഓർത്ത് വിലപിച്ച് ആർത്തനായിത്തീരുന്ന മനുഷ്യന് ഭഗവാന്റെ പാദങ്ങളിൽ അഭയം തേടാം. ഭഗവത് പാദങ്ങളിൽ അഭയം പ്രാപിച്ച ഭക്തർ താപത്രയങ്ങളെ മറികടന്ന് മോഹമാർഗങ്ങളെ അതിജീവിച്ച് മോക്ഷപ്രദനായി തീരുന്നു. അങ്ങനെ ഭഗവത് ഭജനത്തിൽ മാത്രം ദത്തഹൃദയനായ ഭക്തൻ കണ്ണുകെട്ടി ഓടി നടന്നാൽ പോലും ഒരിടത്തും തട്ടിത്തടഞ്ഞു വീഴുന്നില്ല. ഭഗവാൻ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ബാഹ്യനേത്രങ്ങൾ? ശ്രീകൃഷ്ണ എന്നത് ഒരു
സപ്തക്ഷരി മന്ത്രമാകുന്നു. ഈ മന്ത്രം നിത്യം ജപിക്കുക. ശ്രീകൃഷ്ണ തൃപ്പാദങ്ങളെ ഉപാസനം ചെയ്യുക. നാരദർഷി ദ്വാരകയിൽ വന്ന് സാക്ഷാൽ മുകുന്ദനായ ശ്രീകൃഷ്ണനെ ഉപാസിച്ച് വസിക്കുന്ന ഒരു ദിനം, കാശ്യപ മുനിയുടെ പുനരവതാരമായ വസുദേവൻ നാരദ മുനിയെ സമീപിച്ച് ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നീ താപത്രയങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗത്തെ അന്വേഷിച്ചു. നാരദൻ എന്നാൽ നാരത്തെ, പാപത്തെ ദ്യുതി ചെയ്യുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്. അദ്ദേഹം അപ്പോൾ നിമി രാജാവും നവയോഗികളും തമ്മിൽ ധർമ്മത്തെക്കുറിച്ച് നടന്ന ചർച്ചയെ അനുസ്മരിച്ച് വസുദേവനെ ഉപദേശിക്കുന്നു. ഭഗവത് അംശാവതാരമായ ഋഷഭദേവന്റെ 100 പുത്രന്മാരിൽ മൂത്തവൻ ജ്യേഷ്ഠനായ ഭരത ചക്രവർത്തിയായിരുന്നു. സഹോദരന്മാരിൽ 9 പേർ പരമാത്മസ്വരൂപജ്ഞാനികളായ നവയോഗികളായിരുന്നു. കവി, ഹരി, അന്തരീഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, വിർഹോത്രൻ, ധ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിവരാണ് ആ നവയോഗികൾ. സൂര്യഭഗവാനെ പോലെ കാന്തി പ്രസരിപ്പിച്ചുകൊണ്ടിരുന്ന ആ വിഷ്ണു സേവകന്മാരോട് പരമാനന്ദത്തെ സിദ്ധിക്കാൻ എന്തു ചെയ്യണമെന്ന ഭാവത്തിൽ നിമി ചക്രവർത്തി 9 ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആദ്യ ചോദ്യത്തിന് അപ്പോൾ കവി എന്ന മഹായോഗി പറഞ്ഞ ഉത്തരം ഇപ്രകാരമായിരുന്നു. ഭാഗവതം 11 സ്കന്ധത്തിലെ അധ്യായം 2 35-ാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. യാൻ ആസ്ഥായ നരോ രാജൻ ന പ്രമാദ്യേത കർഹിജിത് ധാവന്തിമീലവാ നേത്രേ ന സ്കലേത് ന പതേത് ഇഹ. ഭഗവത് കഥാശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നീ ഭഗവത് ധർമ്മങ്ങളിൽ ചരിക്കുന്ന മനുഷ്യന് വിഘ്നങ്ങൾ ഒന്നും തന്നെ സംഭവിക്കയില്ല. നേത്രങ്ങളടച്ച് ഓടിയാലും തടഞ്ഞു വീഴുകയില്ല. അന്തര്യാമിയായ ഭഗവാൻ നേർവഴി നയിച്ചുകൊള്ളും. ശ്ലോകം 2. ഭൂമൻ കായേന വാചാ മുഖുരപി മനസാ ത്വദ്ബലപ്രേരിതാത്മാ യത് കുർവേ സമസ്തം തദിക പരതരേ ത്വയ്യസൗ അർപ്പയാമി. ജാത്യാഭീകശ്വപാകക ത്വയി നിഹിതമന കർമ്മവാഗ് ഇന്ദ്രിയാർത്ഥ പ്രാണോ വിശ്വം പുനീതേ നതു വിമുഖമനാഃ ത്വത്പദാദ് വിപ്രവര്യഃ. ഭൂമൻ, വിഭുവായ പരബ്രഹ്മമൂർത്തിയായ ഹേ ഗുരുവായൂരപ്പ, കായേന വാച, കായം കൊണ്ടും വാക്കുകൊണ്ടും, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും, മുഹുറബി, പിന്നെ വീണ്ടും വീണ്ടും, മനസാ, മനസ്സുകൊണ്ടും, ത്വദ്ബല പ്രേരിതാത്മാ, അങ്ങയുടെ ബലത്താൽ പ്രേരിതനായി, പ്രേരിതമായ മനസ്സോടുകൂടി, യത്തത് കുർവേ, എന്തെന്ത് ചെയ്യുന്നുവോ, സമസ്തം തദിഹ, അതെല്ലാം ഇവിടെ, പരതരേ, പരമാത്മാവായ, ത്വയ്യസൗ, അങ്ങയിൽ ഞാൻ, അർപ്പയാമി, ഞാൻ അർപ്പിക്കുന്നു, ജാത്യ അഭി ഇഹ, ജന്മം കൊണ്ട് തന്നെ ഇവിടെ, ശ്വാപഹ, നായാടി ആണെങ്കിലും, ത്വയി, അങ്ങയിൽ, നിഹിതമനഃ, അർപ്പിക്കപ്പെട്ട, കർമ്മ വാക് ഇന്ദ്രിയ അർത്ഥപ്രാണോ, കർമ്മം, വാക്ക്, ഇന്ദ്രിയം, അർത്ഥം, പ്രാണൻ ഇവയോടുകൂടിയവൻ, വിശ്വം പുനീതേ, വിശ്വത്തെ പവിത്രമാക്കുന്നു, ഭഗവാനിൽ നതു വിമുഖമന, വിമുഖ മനസ്കനാണെങ്കിലും, ത്വത്പദാദ്, അങ്ങയുടെ തൃക്കാലിണകളോട് വിമുഖ മനസ്കനാണെങ്കിലും, അങ്ങയിൽ ഭക്തിലേശമില്ലെങ്കിൽ, വിപ്രവര്യഃ, വിപ്രവര്യനാണെങ്കിലും പാവനമാക്കുന്നില്ല. ശ്ലോകാർത്ഥം. ഹേ വിഭുവായ പരമാത്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ബലം കൊണ്ട് പ്രേരിതമായ ആത്മാവോടെ, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും
മനസ്സുകൊണ്ടും എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം പരമാത്മാവായ അങ്ങയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇവിടെ ജാതി കൊണ്ട് നായാടിയാണെങ്കിലും അങ്ങയിൽ അർപ്പിതമായ മനസ്സ്, കർമ്മം, വാക്ക്, ഇന്ദ്രിയം, പ്രാണൻ എന്നിവയോടുകൂടിയവൻ ഈ വിശ്വത്തെ പവിത്രമാക്കുന്നു. അങ്ങയുടെ തൃച്ചേവടികളിൽ വിമുഖനായ മനസ്സുള്ളവർ അത് വിപ്രശ്രേഷ്ഠനായാലും അപ്രകാരം ആകുന്നില്ല. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാത് കരോതി യദ്യർ സകലം പരസ്മൈ നാരായണേതി സമർപ്പയേത്തത്. ഭാഗവതം 11 സ്കന്ധം അധ്യായം 2 ശ്ലോകം 36. പ്രാണികളുടെ പ്രവൃത്തികൾ പലവിധമാണ്. അത് സ്വാത്വികം, രാജസം, താമസം എന്നീ ഗുണങ്ങളുടെ ആധിക്യ ന്യൂനതകൾക്ക് അനുസൃതമാകുന്നു. ഇതിന് സ്വഭാവം എന്ന് പറയുന്നു. യത് കരോഷി യത് അസ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യതി കൗന്ദേയ തത് കുരുഷു മത അർപ്പണം. ഭഗവത്ഗീത അധ്യായം 9 ശ്ലോകം 27. സകല കർമ്മങ്ങളും എന്നിൽ അർപ്പണമായി ചെയ്യുക. ജപോ ജൽപശില്പം സകലമഭിമുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണ അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശഃ സുഖമഖിലം ആത്മാർപ്പണദൃശ സപര്യാപര്യായ തവ ഭവതു യന്മേ വിലസിതം. എന്റെ എല്ലാ കർമ്മങ്ങളും ഹേ അമ്മേ അവിടേക്കുള്ള അർപ്പണമായി ഭവിക്കട്ടെ. സൗന്ദര്യലഹരി ശ്ലോകം 27. ഭക്തിയുടെ 9 മഹനീയ പദങ്ങൾ ഭഗവത് കഥാശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം ഇവയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവയെല്ലാം സാധ്യതമാക്കിയ ഭക്തൻ ഏതു ജാതിയിൽ പിറന്നാലും അവൻ വിശ്വത്തെ പരിപാവനമാക്കുന്നവനാണ്. എന്നാൽ പിറന്നത് ഉന്നത വംശത്തിലായാലും ഭഗവത് ഭക്തിഹീനനാണെങ്കിൽ അവന് ഇതിനൊന്നിനും കഴിയുകയില്ല. അതിനാൽ ഭഗവത്പാദ ഭക്തിയിൽ തന്നെ മുഴുകിക്കഴിയുക, ഈ വിശ്വത്തെ പരിപാവനമാക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കവി എന്ന യോഗവര്യന്റെ ഉപദേശം തുടരുന്നു. ശ്ലോകം 3. ഭീതിർനാമദ്വിതീയാത് ഭവതി നനു മനഃ കൽപ്പിതം ച ദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിക യഥാ ശക്തിബുദ്ധ്യാ നിരുന്ധ്യാ മായാവിദ്ധേതു തസ്മിൻ പുനരഭിന തഥാ ഭാതി മായാധിനാഥം തം ത്വാം ഭക്ത്യാമകത്യ സതതമനുഭജൻ ഈശഭീതിം വിജഹ്യാം. ഭീതിർനാമ ഭയം എന്ന് പറയുന്നത് ദ്വിതീയാത് ഭവതി മറ്റൊന്നിൽ നിന്നാണ് ഭവിക്കുന്നത്. നനുമന കൽപ്പിതം ച ദ്വിതീയം ആ രണ്ടാമത്തേതാകട്ടെ മനസ്സുകൊണ്ട് കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്. തേന അങ്ങയുടെ ഐക്യ അഭ്യാസശീലോ അഭ്യാസശീലത്തിന്റെ ഐക്യം കൊണ്ട് പരമാത്മ ഐക്യം വശത്താക്കിയിട്ട് ഹൃദയ ഇഹ ഇവിടെ ഹൃദയത്തെ യഥാശക്തി ബുദ്ധ്യ ശക്ത്യനുസൃതമായി ബുദ്ധി കൊണ്ട് നിരുന്ധ്യാം നിരോധിച്ച് മായാ വിദ്ധേതു എന്നിട്ടും മായയാൽ ബന്ധിതമായാൽ തസ്മിൻ പുനരഭി അങ്ങയെ വീണ്ടും ന തഥാഭാതി അപ്പോൾ അത് പ്രകാശിക്കുകയില്ല, അനുഭവപ്പെടുകയില്ല. മായ അതിനാഥം മായയുടെ അതിനാഥനായ തം ത്വാം അങ്ങയെ തന്നെ ഭക്തിയാ മഹത്യാ മഹത്തായ ഭക്തിയോടെ സതതം അനുഭജൻ എല്ലായ്പ്പോഴും ഭജിച്ചുകൊണ്ട് ഈശ ഹേ ഈശ്വര ശ്രീ ഗുരുവായൂരപ്പ ഭീതിം വിജഹ്യാം ഭീതിയെ ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട്.
ശ്ലോകാർത്ഥം. ഭീതി എന്നത് രണ്ടാമതൊന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ രണ്ടാമത്തേതാകട്ടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഏകമാണെന്ന് ചിന്തിച്ചഭ്യസിച്ച് മനസ്സിനെ ഞാൻ ആവും പോലെ തടയും. പിന്നെയും മനസ്സിൽ മായ ബാധിച്ചാലാകട്ടെ അത് അപ്രകാരം ശോഭിക്കുകയില്ല. ആയതിനാൽ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, മായാദിനാഥനായ അങ്ങയെ മഹത്തായ ഭക്തിയോടെ എപ്പോഴും ഭജിച്ചുകൊണ്ട് ഭീതിയെ ഞാൻ അകറ്റുന്നുണ്ട്. ഞാൻ എന്നും എന്റേത് എന്നുമുള്ള ദ്വൈതഭാവത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. ഒന്നിലും ആഗ്രഹമൊന്നുമില്ലാതെ ഒന്നിനാലും ബന്ധിതമാകാതെയും എല്ലാം ഈശ്വരാർപ്പിതമായി അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മസ്വരൂപത്തിന്റെ അംശം തന്നെ എന്ന് ചിന്തിച്ച് ശീലിച്ച് മായാസങ്കല്പങ്ങളെയും ഭീതികളെയും ഈശ്വരഭക്തിയാൽ ഉപേക്ഷിക്കണം. സൗഭാഗ്യത്തിലും സന്താപത്തിലും ഏക ചിത്തനായി കഴിയണം. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 37. കവി എന്ന യോഗവൈദ്യന്റെ ഉപദേശം തുടരുന്നു. ഭയം ദിധീയഭിനിവേശതസ്യാദ് ഈശാദവേദസ്യ വിഭജ്യയോ സ്മൃതി തന്മായയാധോബുധ ആപജേത്തം ഭക്തൈകയേശം ഗുരുദേവദാത്മാ. ശ്ലോകം 4. ഭക്തേരുൽപത്തിവൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാം ആസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗദേ ശ്രീമതാം സംഗമേന തത്സംഗോ ദേവഭൂയാദ് മമ ഖലു സതതം തന്മുഖാദുന്മിഷദ്ഭിഃ ത്വന്മാഹാത്മ്യപ്രകാരൈ ഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപ. ഭക്തർ, ഭക്തിയുടെ ഉൽപ്പത്തി വൃദ്ധി, ഉൽപ്പത്തിയും അഭിവൃദ്ധിയും. തവ ചരണജുഷാം, അങ്ങയുടെ പാദസേവനം ചെയ്യുന്ന. സംഘമേന ഏവ, സംഗമം കൊണ്ടു തന്നെ. പുംസാം ആസാധ്യേ, പുരുഷന്മാർക്ക് പ്രാപിക്കാവുന്നതാണ്. പുണ്യഭാജാം, പുണ്യവാന്മാർക്ക്. ശ്രീയ ഇവ, ഐശ്വര്യം എന്ന പോലെ. ജഗതി, ലോകത്തിൽ. ശ്രീമതാം സംഗമേന, ശ്രീമാന്മാരുടെ ഐശ്വര്യവാന്മാരുടെ സംസർഗം മൂലം. തത് സംഘോ, ആ സംഘം. ദേവ, ഹേ ദേവ ശ്രീ ഗുരുവായൂരപ്പ, ഭൂയാത്, ഭവിക്കട്ടെ. മമ ഖലു സതതം, എനിക്ക് എപ്പോഴും തന്നെ. ത്വന്മുഖാത്, ആ ഭക്തന്മാരുടെ മുഖത്തു നിന്ന്. ഉന്മിഷദ്ഭി, നിർഗളിക്കുന്നതായ. ത്വത് മാഹാത്മ്യപ്രകാരേ, അങ്ങയുടെ മാഹാത്മ്യപ്രകാരങ്ങളാൽ, വർണ്ണനകളാൽ. ഭവതിച്ച സുദൃഢാ ഭക്തിർ, സുദൃഢഭക്തി ഉണ്ടാക്കി തരേണമേ. ഉദ്ധൂതപാപ, ഉന്മൂലമാക്കിയ എന്റെ പാപങ്ങളോടുകൂടി. ശ്ലോകാർത്ഥം. ഹേ ദേവാ ശ്രീകൃഷ്ണ, ഭക്തിയുടെ ഉൽപ്പത്തിയും അഭിവൃദ്ധിയും അങ്ങയുടെ തൃച്ചേവടി ഭജിക്കുന്നവരുടെ സംസർഗം കൊണ്ട് മാത്രമേ പുണ്യാത്മാക്കളായ പുരുഷന്മാർക്ക് പ്രാപിക്കുവാൻ കഴിയൂ. ലോകത്തിൽ സമ്പത്തുള്ളവരുടെ സംസർഗത്താൽ സമ്പത്ത് ആർജിക്കുക എന്നതുപോലെ തന്നെയാണിത്. ഹേ ഭഗവാനെ, എനിക്ക് തീർച്ചയായും ഇടവിടാതെ ഭക്തന്മാരുടെ സംസർഗമുണ്ടാകണേ. ഭക്തന്മാരുടെ മുഖത്തു നിന്ന് നിർഗളിക്കുന്ന ഭഗവത് മാഹാത്മ്യപ്രകാരങ്ങളാൽ പാപം നാശോന്മുഖമാകുമ്പോൾ ഭക്തി താനേ സുദൃഢമാകും. എനിക്കെപ്പോഴും ഭക്തസംസർഗത്തിൽ കഴിയാൻ ഇടവരുത്തേണമേ. അവരുടെ മുഖത്തു നിന്ന് ഉത്ഭൂതമാകുന്ന കീർത്തനാലാപനങ്ങളും ഭക്തിപ്രഭാഷണങ്ങളുമായി എനിക്ക് സത്സംഗം ഭവിക്കണമേ. അങ്ങനെ എന്റെ പാപമെല്ലാം തീർത്ത് സുദൃഢമായ ഭക്തി എന്നിൽ ഉണ്ടാക്കി തീർക്കണമേ ശ്രീ ഗുരുവായൂരപ്പ. ശ്ലോകം 5.
ശ്രേയോ മാർഗേഷു ഭക്തൗ അധിഗപകുമതിർജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാന്യപി തദുഭയത പ്രദ്രുതം പ്രദ്രുതാത്മാ ഉദ്യത്ഹാസ കദാചിത് കുകചിദബിരുദൻ ക്വാപി ഗർജൻ പ്രകായൻ ഉന്മാദീവ പ്രനൃത്യൻ അഹി ഗുരുകരുണാം ലോകബാഹ്യശ്ചരേയം. ശ്രേയോ മാർഗേഷു ഭക്തി, ശ്രേയസ്കരമായ മാർഗത്തിൽ, ശ്രേയസ്കരമായ മോക്ഷമാർഗത്തിൽ, ഭക്തൗ അധിക ബഹുമതിർ, ഭക്തിയെ അതിബഹുമാനത്തോടുകൂടി, ജന്മകർമാണി അവതാര കഥകളെയും, ഭൂയോ ഗായൻ ക്ഷേമാണി വീണ്ടും വീണ്ടും നന്മ നിറഞ്ഞ ക്ഷേമകാര്യങ്ങൾ പ്രകീർത്തിച്ചും, നാമാനി അഭി തിരുനാമങ്ങൾ പാടിയും, തത് ഉഭയതഃ ആ രണ്ടിനെയും കൊണ്ട്, അവതാര കഥകളെയും തിരുനാമങ്ങളെയും കൊണ്ട്, പ്രദ്രുതം പ്രദ്രുതാത്മാ വേഗത്തിൽ മനസ്സലിഞ്ഞവനായി, ഉദ്യത് ഹാസ ഹാസത്തെ പൊഴിച്ചും, കഥാചിത് ചിലപ്പോൾ, കുഹജിത് ചിലയിടത്ത്, അഭിരുദ്ധൻ പിന്നെ വിലപിക്കുന്നവനായും, ക്വാഭി ചിലപ്പോൾ, ഗർജൻ ഗർജിക്കുന്നവനായും, പ്രഗായൻ ഉച്ചത്തിൽ പാടുന്നവനായും നന്നായി ഗാനം ചെയ്യുന്നവനായും, ഉന്മാദീവ ഒരു ഉന്മാദൻ എന്ന പോലെ, പ്രനൃത്യൻ ആയി നന്നായി നൃത്തം ചെയ്യുന്നവനായി, കുരു കരുണാം കരുണ ചെയ്യണമേ ലോകത്തെ ബാഹ്യശ്ചരേയം ബാഹ്യവൽക്കരിച്ച് പുറംതള്ളി ചരിക്കും. ഭൗതികങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ ചരിക്കാം. ശ്ലോകാർത്ഥം. പരമപുരുഷാർത്ഥമായ മോക്ഷമാർഗത്തിൽ ഭക്തിമാർഗത്തിന് കൂടുതൽ ബഹുമാനത്തോടെ ക്ഷേമങ്ങളായ അവതാരകഥകളെയും തിരുനാമങ്ങളെയും വീണ്ടും വീണ്ടും ആലപിച്ച് അവ രണ്ടും കൊണ്ട് മനസ്സലിവ് നേടി, ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും ചിലപ്പോൾ കരഞ്ഞും മറ്റു ചിലപ്പോൾ അട്ടഹസിച്ചും ഉച്ചത്തിൽ പാടിയും ഭ്രാതനെപ്പോലെ നൃത്തം ചെയ്തും ബാഹ്യലോകത്തിൽ നിന്നകന്ന് ഞാൻ സഞ്ചരിക്കും. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് കരുണ ചെയ്യണമേ. പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നേടാൻ ഭക്തിജ്ഞാന വൈരാഗ്യ മാർഗങ്ങളുണ്ട്. അതിൽ ഭക്തി നേടുകയാണ് പരമപ്രധാനം. ഭഗവാന്റെ അവതാരകഥകളും നാമങ്ങളും കീർത്തനങ്ങളും ആലപിച്ച് പാപങ്ങളെ സംഹരിച്ച് പരിശുദ്ധരാകണം. രാഗദ്വേഷാദി മാലിന്യങ്ങൾ ക്രമേണ മാഞ്ഞുപോകും. അന്തരംഗം പവിത്രീകൃതമാകാനും തുടങ്ങും. പരമപ്രേമ ലക്ഷണമായ ശുദ്ധഭക്തി പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ ആ ഭക്തൻ സാധാരണ ലൗകികാവസ്ഥയിൽ നിന്ന് വിഭിന്നനാകുന്നു. ഭഗവത് കാരുണ്യമോർത്ത് ചിലപ്പോൾ ചിരിക്കും, കരയും, നൃത്തമാടും. അപ്പോൾ ലജ്ജ, സുഖം, ദുഃഖം എന്നീ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് തീരെ അകന്നിരിക്കും. ഇങ്ങനെ ദൃഢഭക്തി വളരാൻ ഹേ ഗുരുവായൂരപ്പ എന്നിൽ കനിയണമേ. ദശകം 2 ശ്ലോകം 7 ശ്രദ്ധിക്കുക. ഏവം ഭൂതദയാ ഹി ഭക്തിഭിഹിതോ യോഗസ്വയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് വൃഷോത്തമതരോ യോഗീശ്വരൈർഗീയതേ സൗന്ദര്യേകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈർ ലഭ്യാ രമാവല്ലഭ. ഹേ രമാവല്ലഭ, ഹേ രമാപതയെ, പരമപ്രീതിരൂപമായ ഭക്തി നൈസർഗികമായി തന്നെ അങ്ങനെ ഭക്തന്മാർക്ക് കൈവരുന്നു. ഭാഗവതം 11 സ്കന്ധം അധ്യായം 2 ശ്ലോകം 40 ശ്രദ്ധിക്കാം. നിമിചക്രവർത്തിക്ക് യോഗീശ്വരനായ കവി ഋഷിയുടെ ഉത്ബോധനം. ഏവം വ്രതസ്വപ്രിയ നാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈ അസതി അതോ രോധിതി രൗദികായതി ഉന്മാദവത് നൃത്യതി ലോകബാഹ്യഃ. ശ്ലോകം 6. ഭൂതാന്യേതാനി ഭൂതാത്മകമപി സകലം
പക്ഷിമത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂൻ അഭിയമിതമതി ത്വന്മയാന്യാനമാനീ ത്വത്സേവായാം കി സിദ്ധേത് മമ തവ കൃപയാ ഭക്തിദാർഢ്യം വിരാഗഃ ത്വത്തത്വസ്യാവബോധോऽപി ച ഭുവനപതേ യജ്ഞഭേദം വിനൈവ. ഭൂതാനി ഏതാനി, ഈ പഞ്ചഭൂതങ്ങളെ എല്ലാം, ഭൂതാത്മകം അഭിസകലം, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായ സകലതും, പക്ഷി മത്സ്യാൻ മൃഗാദീൻ മർത്യാൻ മിത്രാണി ശത്രൂൻ അഭി, പക്ഷി മത്സ്യ മൃഗാദികളും മനുഷ്യരും മിത്രങ്ങളും ശത്രുക്കളുമെല്ലാം യമിതമതി നിയന്ത്രിതമായ മനസ്സുള്ളവരായി, ത്വന്മയാനി ഭഗവത് സ്വരൂപങ്ങളെന്നു കരുതി, ആനമാനി നമസ്കരിക്കുന്നു, ത്വത്സേവായാം ആ ഭഗവത് സേവയാൽ തന്നെ, ഹി സിദ്ധേത് സിദ്ധിക്കുക തന്നെ ചെയ്യും, മമ എനിക്ക്, തവ കൃപയാ അങ്ങയുടെ കൃപയാൽ, ഭക്തിദാർഢ്യം ഭക്തിക്ക് ദൃഢതയും, വിരാഗ വൈരാഗ്യവും ലൗകിക വൈരാഗ്യവും, ത്വത്തത്വസ്യ അങ്ങയുടെ തത്വത്തിന്റെ, അവബോധ അഭിച അവബോധവും കൊണ്ട്, ഭുവനപതേ ഭുവനങ്ങൾക്കെല്ലാം നാഥനായ ഭഗവാനെ, യത്നഭേദം വിന ഏവ വെവ്വേറെയുള്ള പരിശ്രമം കൂടാതെ. ശ്ലോകാർത്ഥം: ഭഗവാൻ തന്നെയായിട്ടുള്ള പഞ്ചഭൂതങ്ങളെയും പക്ഷി മത്സ്യം മൃഗം മർത്യൻ മിത്രം ശത്രു എന്നീ സകല ജീവജാലങ്ങളെയും ഭഗവാന്റെ രൂപങ്ങളാണെന്ന് അറിഞ്ഞ് നിയമിത മനസ്സോടെ ഞാൻ നമസ്കരിക്കുന്നു. ഹേ ഭുവനനാഥ, അങ്ങയുടെ ഭജനത്താലും കാരുണ്യത്താലും ഉറച്ച ഭക്തിയും വൈരാഗ്യവും സർവവും ഭഗവദ്മയമാണെന്ന അവബോധവും, സർവം ഖലു ഇതമേവാഹം യത്നഭേദം കൂടാതെ ആർജിക്കുക തന്നെ ചെയ്യും. അനന്തമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഭഗവദ്മയമാണെന്നും എല്ലാം ഭഗവത് സൃഷ്ടമാണെന്നുമുള്ള അവബോധം ഉറയ്ക്കണം. എല്ലാ സൃഷ്ടികളും പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശം കൊണ്ട് പ്രശോഭിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെ ഒന്നിലും ഭേദം കണ്ടെത്താൻ കഴിയില്ല. ഈശാവാസമിതം സർവം സർവം ഗല്ലിതം ഏവാഹം എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കണം. ഭുമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യത്തത് കുർവേ സമസ്തം തദിഹ വരധരേ തെയ്യസോ അർപ്പയാമി എന്ന ദശകം 91 ശ്ലോകം 2 ഭാഗം അഭ്യസിച്ചുറപ്പിക്കുക. എല്ലാം ഭഗവാനിൽ മാത്രം സമർപ്പിച്ച് ഭഗവത് പ്രേരിതമായത് മാത്രം നിർവഹിക്കുക. ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 41 ശ്ലോകം ശ്രദ്ധിക്കാം. ഖം വായുമഗ്നിം സലിലം മഹിശ്ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാധിൻ ഹരിൽസ സമുദ്രാംശ്ച ഹരേർശരീരം യത്കിഞ്ച ഭൂതം പ്രണമേദനന്യ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, സകല ജീവികളും, ദിഗ്ഭാഗങ്ങൾ, വൃക്ഷലതാദികൾ, നദികൾ, സമുദ്രങ്ങൾ എന്നുവേണ്ട കാണുന്നവയൊക്കെയും ഹരിയുടെ ശരീരമാകുന്നു. താനും അതിൽ നിന്ന് ഭിന്നനല്ല എന്ന ഉറപ്പോടെ എല്ലാറ്റിനെയും നമസ്കരിക്കണം. പുരുഷ സൂക്ത സാരാംശം ഈ പദ്യത്തിലടങ്ങിയിരിക്കുന്നു. ലോകാകൃതിയിൽ പ്രകാശിക്കുന്നത് ഈശ്വരൻ തന്നെയാണെന്ന വിശ്വാസത്തോടുകൂടി സകലത്തെയും ഈശ്വരൻ എന്ന് കണ്ട് നമസ്കരിക്കണം എന്ന് സാരം. ശ്ലോകം 7. നോ മോഹ്യൻ ചുത്രിടാദ്യേ ഭവസരണി ഭവൈകി ത്വത്നിലീനാശയത്വാദ് ചിന്താസാദത്യശാലീ നിമിഷലവമപി ത്വത്പദാദപ്രകമ്പക
ഇഷ്ടാനിഷ്ടേഷു ദുഷ്ടി വ്യസനവിരഹിതോ മായികത്വാവബോധാത് ജ്യോത്സ്നാഭിത്വത്നഖേന്ദോർ അധികശിശിരിതേനാത്മനാ സഞ്ചരേയം. നോമുഹ്യൻ മോഹിക്കാത്തവനായി, ഷുദ് വിശപ്പ്, ത്രഡ് ദാഹം, ആധിർ ആദിയായവ, ഭവസരണിഭവൈ സംസാരമാർഗത്തിൽ, ത്വത് അങ്ങയിൽ, നിലീയ ആശയത്വാത് മനസ്സ് അലിഞ്ഞു ചേരുകയാൽ, ചിന്താ സാധ്യത്യശാലി ചിന്തിക്കുന്ന സതതഭാവം ഉള്ളവനായി, നിമിഷലവം അഭി നിമിഷത്തിന്റെ അല്പാംശം പോലും, ത്വത് പദാത് അങ്ങയുടെ പാദങ്ങളിൽ നിന്ന്, അപ്രകമ്പക പ്രകമ്പിക്കാനാവാത്തവനായി, ഇളക്കാൻ ആകാത്തവനായി, ഇഷ്ട അനിഷ്ടേഷു ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും, തുഷ്ടി വ്യസന വിരഹിതോ സന്തോഷമോ ദുഃഖമോ ഇല്ലാത്തവനായി, മായികത്വ അവബോധാത് മായയാണ് അയഥാർത്ഥമാണ് എന്ന അവബോധത്താൽ, ജ്യോത്സ്നാഭി നിലാവുകളാൽ, ത്വത് നഖ ഇന്തോർ അങ്ങയുടെ നഖ ചന്ദ്രന്റെ നഖമാകുന്ന ചന്ദ്രന്റെ, അധിക ശിശിരിതേന അത്യന്തം കുളിർമയാർന്ന, ആത്മനാ ആത്മാവോടുകൂടി, സഞ്ചരേയ ഞാൻ സഞ്ചരിക്കും. ശ്ലോകാർത്ഥം. ശ്രീകൃഷ്ണ, അങ്ങയിൽ ലയിച്ച മനസ്സോടെ സംസാര മാർഗവേളയിലുണ്ടാകുന്ന വിശപ്പ്, ദാഹം ആദിയായവയാൽ മോഹിതനാകാതെ തളരാതെ അങ്ങയെ നിരന്തരം ധ്യാനിക്കുന്നവനായി, നിമിഷത്തിന്റെ അല്പാംശം പോലും അങ്ങയുടെ തൃച്ചേവടികളിൽ നിന്നിളകാതെ, ഇഷ്ടാനിഷ്ടങ്ങളെ മായികമാണ് എന്ന അവബോധത്താൽ സന്തോഷമോ സങ്കടമോ ഇല്ലാത്തവനായി, അങ്ങയുടെ നഖചന്ദ്രന്റെ നിലാവുകളാൽ ഏറ്റവും അധികം ശീതളമായ മനസ്സുമായി ഞാൻ സഞ്ചരിക്കും. ഭാഗവതം നവമസ്കന്ധത്തിൽ ഉത്തമ ഭക്തന്റെ ലക്ഷണങ്ങൾ നവയോഗികളിൽ രണ്ടാമനായ ഹരി വിദേഹനോട് വർണ്ണിക്കുന്നു. ആ നവയോഗി ഗീതയിലെ പ്രസക്ത ഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ഈ പദ്യം രചിച്ചിട്ടുള്ളത്. ശ്ലോകം 8. ഭൂതേഷ്വേഷു ഐക്യസ്മൃതി സമധിഗതൗ നാധികാരോധുനാ ചേത് ത്വത്പ്രേമ ത്വത്കമൈത്രീ ജഡമതിഷു കൃപാ ദ്വിഡ്സു ഭൂയാദുപേക്ഷാ അർച്ചായാം വാ സമർച്ച കുതുകമുരുദര ശ്രദ്ധയാ വർദ്ധതാം മേ ത്വത്സംസേവി തഥാപി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്തമത്വം. ഭൂതേഷു യേഷു ഈ ഭൂതങ്ങളിൽ, ത്വത് അങ്ങയുമായുള്ള, ഐക്യ സ്മൃതി അഭേദ ഭാവം അഭേദ ധാരണ അഭേദമാണെന്നുള്ള ഓർമ്മ, സമതിഗതൗ ഗതഭവാൻ ആകാൻ പ്രാപ്തനാകാൻ, നാ അധികാര അധുനാ ഛേദ് അധികാരം ഇപ്പോൾ ഇല്ല എങ്കിൽ, ത്വത് പ്രേമ അങ്ങയിലുള്ള പ്രേമം, ത്വദ്ഗമൈത്രി അങ്ങയുടെ ഭക്തരെയുള്ള ഭക്തിയും, ജഡമതിഷു മൂഢബുദ്ധികളിൽ കൃപ കരുണയും, ജിഡ്സു ദേഷിക്കുന്നവരിൽ ഭൂയാദ് ഉപേക്ഷ ഉപേക്ഷയും ഭവിക്കട്ടെ. അർച്ചായാം വാ വിഗ്രഹങ്ങളിലോ പ്രതിമകളിലോ, സമർച്ചാ കുതുകം അർച്ചനാ കുതുകം പൂജിക്കാനുള്ള താല്പര്യം, ഗുരുതര ശ്രദ്ധയാ വർദ്ധിച്ച ശ്രദ്ധയോടെ, വർദ്ധതാം മേ എനിക്ക് വർദ്ധിക്കുമാറാകട്ടെ. തത്സംസേവി അങ്ങയെ സേവിക്കുന്ന, തഥാപി അപ്പോഴെങ്കിലും, ദ്രുതം ഉപലഭതേ പെട്ടെന്ന് ലഭിക്കുന്നതാണ്, ഭക്ത ലോകോത്തമത്വം ഭക്തന്മാരിൽ ഉത്തമനെന്നുള്ള അവസ്ഥ. ശ്ലോകാർത്ഥം. ഈ ചരാചരങ്ങളിൽ ഭഗവാനുമായുള്ള അഭേദഭാവം ഉണ്ടാകുന്നതിന്
ഇപ്പോൾ അധികാരം എനിക്ക് ഇല്ല എങ്കിൽ അങ്ങയിൽ പ്രേമവും അവിടുത്തെ ഭക്തന്മാരിൽ മൈത്രിയും ജഡബുദ്ധികളിൽ കരുണയും ശത്രുക്കളിൽ ഉപേക്ഷയും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ അത്യധികം ശ്രദ്ധയോടെ അങ്ങയുടെ പ്രതിമയിൽ പൂജ നടത്തുവാനുള്ള ഉത്സാഹം എന്നിൽ വർദ്ധിപ്പിച്ചു തരേണമേ. അങ്ങനെയെങ്കിലും അങ്ങയെ സേവിക്കുന്ന ഭക്തന്മാരിൽ ഉത്തമനെന്ന അവസ്ഥ വേഗത്തിൽ ലഭിക്കുന്നതാണ്. ഭക്തിയെ ഉത്തമ ഭക്തി, മധ്യമ ഭക്തി, അധമ ഭക്തി എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. സർവഭൂതങ്ങളിലും ഭഗവാനെ ദർശിക്കുകയും അതൊക്കെയെല്ലാം ഭഗവത്മയമാണെന്ന് അറിഞ്ഞ് സർവാത്മനാ വർത്തിക്കുന്നവൻ ഉത്തമ ഭക്തൻ. സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാൽപന്യേഷ ഭാഗവതോത്തമ. ആത്മാവിൽ സർവഭൂതങ്ങളും സർവഭൂതങ്ങളിൽ ആത്മാവും കാണുന്നവൻ ഉത്തമ ഭക്തൻ. ഇനി ഈശ്വരനിലും ഭക്തന്മാരിലും ശത്രുക്കളിലും പ്രേമം, മൈത്രി, കരുണ ഇവ പ്രകടിപ്പിക്കുന്നവൻ മധ്യമ ഭക്തൻ. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദിശൽസുജ പ്രേമമൈത്രി കൃപോപേഷ യക്കരോതി സ മധ്യമ. ഏതൊരു പുരുഷൻ ഈശ്വരനിലും ഈശ്വരൻ തന്നെ ആശ്രയം എന്ന് സർവാത്മനാ കരുതിയിരിക്കുന്ന ഭക്തന്മാരിലും പ്രേമത്തെയും മൈത്രിയെയും അറിവില്ലാത്തവരിൽ അവർ എപ്പോഴും അനുഭവിക്കുന്ന കഷ്ടാവസ്ഥകൾ കാണുമ്പോൾ കരുണയെയും തനിക്ക് വിരോധം ചെയ്യുന്നവരായ ശത്രുക്കളിൽ ദ്വേഷവും സ്നേഹവും രണ്ടുമില്ലാതിരിക്കുന്നതായ ഉദാസീനാവസ്ഥയെയും വഹിച്ചുകൊണ്ടിരിക്കുന്നുവോ ആ ഭക്തൻ മധ്യമൻ. ഈ അധമഭക്തൻ അർച്ചായാം ഏവ ഹരയേ പൂജാം യ ശ്രദ്ധഹേ ഹതേ ന തദ്ഭക്തേഷു ച അന്യേഷു സ ഭക്ത പ്രാകൃത സ്മൃത. എല്ലാ ദിക്കിലും ഭഗവാൻ വസിക്കുന്നുവെന്നറിയാതെ പ്രതിമാദികളിൽ മാത്രം ശ്രദ്ധയോടുകൂടി ഹരിയെ പൂജിക്കുകയും വിഷ്ണുഭക്തന്മാരിലും മറ്റു ജനങ്ങളിലും സ്നേഹമില്ലാതെ അവരെ അന്യരായി കരുതുകയും പെരുമാറുകയും ചെയ്യുന്ന ഭക്തൻ പ്രാകൃത ഭക്തനാകുന്നു. അതിനാൽ സർവം ഈശ്വരനാണെന്നറിഞ്ഞ് സർവത്തെയും സർവരെയും ഈശ്വര ഭാവനയോടെ അർച്ചിക്കാൻ പരിശീലിച്ച് ഉത്തമ ഭക്തരാകുക. ഇത് നിമിചക്രവർത്തിക്ക് ഹരി എന്ന യോഗി വര്യന്റെ ഉത്ബോധനം. ഭാഗവതം 11 സ്കന്ധം അധ്യായം 2 ശ്ലോകം 45, 46, 47 ശ്രദ്ധിക്കുക. ശ്ലോകം 9. ആവൃത്യ ത്വത്സ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിപന്തി ജീവാൻ ഭൂയിഷ്ടകർമാവലിവിവശഗതീൻ ദുഃഖജാലേ ക്ഷിപന്തി ത്വന്മായാമാഭിഭൂത്മാം അയി ഭുവനപതേ കൽപ്പതേ തത്പ്രശാന്ത്യൈ ത്വത്പാദേ ഭക്തിരേവേത്യവദദയി വിഭോ സിദ്ധയോഗി പ്രബുദ്ധഃ. ആവൃത്യ ആവരണം ചെയ്തിട്ട് ത്വത്സ്വരൂപം ഭഗവത് സ്വരൂപം ക്ഷിതി ജല മരുത് ആധ്യാത്മന ഭൂമി, ജലം, വായു ഇവയുടെ രൂപം കൊണ്ട് വിക്ഷിപന്തി വിക്ഷേപശക്തി കൊണ്ട് പ്രകാശിപ്പിച്ച് തോന്നൽ ജനിപ്പിച്ച് ജീവാൻ ജീവരാശികളെ ഭൂയിഷ്ട കർമാവലി വിവശഗതിനിൻ വളരെയേറെ കർമാവലികളാൽ വിവശഗതവാനാക്കി ദുഃഖജാലേ ദുഃഖാവലിയിലേക്ക് ക്ലേശ സമൂഹത്തിലേക്ക് ക്ഷിപന്തി പതിപ്പിക്കുന്നതായ ത്വത്മായ അങ്ങയുടെ മായ മാ അഭിഭൂത് ക്ലേശിപ്പിക്കരുതേ മാം എന്നെ ഐ ഭുവനപദേ അല്ലയോ ഭുവനങ്ങൾക്കൊക്കെ പതിയായ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ. കൽപ്പതേ കൽപ്പിക്കപ്പെടുന്നത് തത്പ്രശാന്തിയെ ആ മായയെ പ്രശാന്തമാക്കാൻ ത്വത്പാദേ അങ്ങയുടെ പാദങ്ങളിൽ ഭക്തി ഏവ ഇതി ഭക്തി തന്നെയാണെന്ന് അവധത് വദനം ചെയ്തു പറഞ്ഞു. ഐ വിഭോ ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ സിദ്ധയോഗി പ്രബുദ്ധ സിദ്ധയോഗിയായ പ്രബുദ്ധൻ. ശ്ലോകാർത്ഥം
ജഗത്പതിയും സർവശക്തനുമായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ച് അത് ഭൂമി, ജലം, കാറ്റ് മുതലായവയുടെ രൂപത്തിൽ തോന്നലിനെ പ്രകാശിപ്പിച്ച് വളരെയേറെയുള്ള പൂർവകർമ്മങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവജാലങ്ങളെ ദുഃഖങ്ങളിലേക്ക് തള്ളിവിടുന്ന അങ്ങയുടെ മായ, ഹേ ഭഗവാനെ, എന്നെ ക്ലേശിപ്പിക്കരുത്. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, ആ മായയെ പ്രശാന്തമാക്കാൻ ഭഗവത് പാദത്തിലുള്ള ഭക്തിക്കു മാത്രമേ കഴിയൂ എന്ന് പ്രബുദ്ധൻ എന്നുപേരുള്ള യോഗീശ്വരൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ അറിവാണ് മായ. ഭഗവാന്റെ സ്വരൂപത്തെ ആവരണം ചെയ്ത് അത് മണ്ണാണ്, ജലമാണ്, വായുവാണ് എന്നിങ്ങനെ തോന്നലുകളെ സൃഷ്ടിപ്പിക്കുന്നത് അജ്ഞാനമാണ്. നിലാവിൽ ഒരു വാഴക്കൈ അനങ്ങിയാൽ അതൊരു ജീവസ്വരൂപമാണെന്ന് കരുതി നാം പെട്ടെന്ന് ഭയപ്പെടുന്നു. ഇരുട്ടിൽ ഒരു വള്ളി കാലിൽ തടഞ്ഞാൽ അത് പാമ്പ് ആണോ എന്ന് കരുതി പരിഭ്രമിക്കുന്നു. ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അറിയാം അത് ഒരു തോന്നൽ, അതായത് മായ മാത്രമായിരുന്നു എന്ന്. ഈ ഭൗതിക സങ്കല്പങ്ങളെ മനസ്സിൽ നിന്നകറ്റാൻ ഭഗവാന്റെ തൃച്ചേവടികളെ മുറുകെ പുണരണം. എല്ലാം ഭഗവത് പ്രഭാവമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കണം. ആത്മപ്രകാശത്തിൽ വേണം എല്ലാത്തിനെയും ദർശിക്കാൻ. ശ്ലോകം 10. ദുഃഖാന്യാലോക്യ ജന്തുഷ്വലമുദിത വിവേകോഹമാചര്യവർയാത് ലബ്ധ്വാ ത്വരൂപതത്വം ഗുണചരിതകഥാത് ഉദ്ഭവദ്ഭക്തിഭൂമാ മായാമേനാം ധരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപതേ നാശയാ ശേഷരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദുഃഖാനി, ദുഃഖങ്ങളെ, ആലോക്യ കണ്ടിട്ട്, ജന്തുഷു ജന്തുക്കളിൽ, അലം വേണ്ടത്ര, ഉദിത വിവേക ഉയർന്ന വിവേകത്തോടു കൂടിയവനായി, അഹം ഞാൻ, ആചാര്യ വര്യാത് ശ്രേഷ്ഠനായ ആചാര്യനിൽ നിന്ന്, ലബ്ധ്വ ലഭിച്ചിട്ട്, ത്വരൂപതത്വം ഭഗവാന്റെ യഥാർത്ഥമായ രൂപത്തിന്റെ തത്വം, ഗുണചരിത കഥാത് ഗുണങ്ങൾ, അവതാരകഥകൾ തുടങ്ങിയവയുടെ, ഉത്ഭവത് ഭക്തിഭൂമ വർദ്ധിച്ച ഭക്തിയോടെ, മായാം ഏനം ഈ മായയെ, ത്വരിത്വ തരണം ചെയ്തിട്ട്, പരമസുഖമയേ പരമസുഖമയമായ, ത്വത്പദേ അങ്ങയുടെ പാദങ്ങളിൽ, മോദിതാഹേ മോദിക്കുന്നവനാകും, തസ്യ അയം ആ വിധം മായയെ ജയിക്കാൻ, പൂർവരംഗ പുറപ്പാടാണ്, പവനപുരപതേ ഹേ ഗുരുവായൂരപ്പ നാശയാൻ അശേഷരോഗാൻ രോഗങ്ങളെ അശേഷമായി നശിപ്പിക്കണമേ. ശ്ലോകാർത്ഥം. ഞാൻ ജീവജാലങ്ങളിൽ ദുഃഖങ്ങൾ കണ്ടിട്ട് വേണ്ടത്ര വിവേകമുള്ളവനായി ശ്രേഷ്ഠനായ ഒരു ആചാര്യനിൽ നിന്ന് അങ്ങയുടെ രൂപതത്വം ഗ്രഹിച്ചിട്ട് ഭഗവാന്റെ ഗുണങ്ങൾ, അവതാരകഥകൾ തുടങ്ങിയവയിൽ വർദ്ധിച്ച ഭക്തിയോടുകൂടിയവനായി ഈ മായയെ തരണം ചെയ്ത് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ആനന്ദിക്കുന്നവനാകാം. ഈ മായാവിജയം, അതിനുള്ള ഒരു പുറപ്പാട്, ആരംഭം ആകുന്നു. ശ്രീ ഗുരുവായൂരപ്പ, എല്ലാ രോഗങ്ങളെയും അങ്ങ് നശിപ്പിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.